എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് അല്ല. ഇന്ന് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും വെബ്സൈറ്റും ഡൊമൈനും ഒന്നും വാങ്ങാതെ ക്ലാസ് കണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്ങാത്തതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് വെബ്സൈറ്റും ഡൊമൈനും ഇല്ലാതെ നമുക്ക് ക്ലാസ്സിൽ ഒരു കാര്യവും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങും ചൂസ് ചെയ്യാൻ സാധിക്കുക, ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് പ്ലാനുകളാണ്, എങ്ങനെയാണ് ഒരു ഡൊമൈൻ നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്കൊരു ഫ്രീ ഡൊമൈൻ കിട്ടുന്നത്, അതുകൂടാതെ വേർഡ്പ്രസ് പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ബ്ലൂഹോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ബ്ലൂഹോസ്റ്റിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക, ഇതിൻ്റെ ബാക്ക് എൻഡ് ഇൻ്റർഫേസസിൽ എങ്ങനെയാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡൊമൈനുകളൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളൊന്ന് ഷോർട്ടായിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ക്ലാസ്സുകൾ കണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബ്ലൂഹോസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ബ്ലൂഹോസ്റ്റ് ഇന്ത്യ പ്ലാറ്റ്ഫോമിലാണ്. ബ്ലൂഹോസ്റ്റിൻ്റെ .in ഉണ്ട്, .com ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതുപോലെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി പോകാം. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ ഹെൽപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് എൻ്റെ ഇമെയിലിലേക്ക്, ഞാനിപ്പോൾ കാണിക്കുന്ന ഇമെയിലിലേക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതിയാവും. അപ്പോൾ നിങ്ങൾ കഴിവതും ഈ ലിങ്കുകൾ പോവുക. ഇതെൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. എങ്കിൽ മാത്രമാണ് എനിക്ക് നിങ്ങളെ എന്തെങ്കിലും കാരണവശാൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോം എന്തിനാണ് ചൂസ് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ പറയാം. മെയിൻലി എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. കോൾ സപ്പോർട്ടും അതുപോലെ ചാറ്റ് സപ്പോർട്ടും. പിന്നെയുള്ളത്, നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങി ഒരു നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഇപ്പം ഈ കാണുന്നത് ബ്ലൂഹോസ്റ്റിൻ്റെ ഒരു ബാക്ക് എൻഡ് ഇൻ്റർഫേസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. നമ്മളൊരു ജിമെയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലൂഹോസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ തന്നെ നമുക്ക് പലതരം ഹോസ്റ്റിംഗ് പ്ലാനുകളാണ് ബ്ലൂഹോസ്റ്റ് നമുക്ക് തരുന്നത്. ഒരു ഹോസ്റ്റിംഗ് നമുക്ക് ഡൊമൈൻ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. പക്ഷേ ബ്ലൂഹോസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ SSL പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ ഈ സൈറ്റിൽ ഇതുപോലെ ഒരു ലോക്ക് സിമ്പിൾ ഉണ്ടാവും. ഈ ഒരു ലോക്ക് സിമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിൾ ആഡ്സും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ സൈറ്റിനെ പലതരം മാൽവെയർ അറ്റാക്കുകളിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് നമുക്ക് ഈ ഒരു പ്രൈവസി അല്ലെങ്കിൽ ഈ ഒരു SSL പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുന്നത്. അത് ബ്ലൂഹോസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അതുപോലെ തന്നെ കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക് എന്ന് പറയും. നമ്മളൊരു വെബ്സൈറ്റ് പെട്ടെന്ന് എടുക്കുമ്പോൾ ഫാസ്റ്റായിട്ട് ലോഡായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കണ്ടൻറ്റുകൾ, ഇപ്പോൾ ഈ ഒരു ഇമേജ് ആയിക്കോട്ടെ, അതുപോലെ ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു ഡെലിവറി നെറ്റ്വർക്ക് വേണം. അത് നമുക്ക് ബ്ലൂഹോസ്റ്റ് ഒരു കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഫ്രീ ഡൊമൈൻ ഉണ്ട്. നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ടൊരു ഡൊമൈൻ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെയാണ് 24/7 എക്സ്പേർട്ട് സപ്പോർട്ടും. അത് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇന്ത്യൻ നമ്പർ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഡയറക്റ്റ് വിളിച്ച് വരെ നമുക്ക് സപ്പോർട്ട് എടുക്കാവുന്നതാണ്. എന്നാൽ ഇതിനെല്ലാം പുറമെ നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു റെക്കമെൻഡഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ എല്ലാവരും കൂടുതലും 80% വേൾഡിലുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വേർഡ്പ്രസ് പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഈ വേർഡ്പ്രസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് wordpress.org എന്ന് പറയുന്ന ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ബെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഹോസ്റ്റിങ്ങുകൾ അവരവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബ്ലൂഹോസ്റ്റാണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മളുടെ സൈറ്റിന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാം ബിഗിനേഴ്സാണ്. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർ വെബ്സൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ടാകും. അതുകൊണ്ട് ആ സപ്പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രീ ഡൊമൈൻ നെയിം അവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതും. പിന്നെ ഈ ഒരു 1 ക്ലിക്ക് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ഫീച്ചർ, അതായത് ഞാനത് ഈ പറഞ്ഞതുപോലെ ഇവരുടെ ബാക്ക് എൻഡ് ഇൻ്റർഫേസ് അത്രയും യൂസർ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ്. ഇനി നമുക്കൊരു ഹോസ്റ്റിംഗ് എങ്ങനെയാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതെന്നും അതിനൊപ്പം എങ്ങനെയാണ് ഫ്രീ ഡൊമൈൻ കിട്ടുന്നതെന്നും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, VPS ഹോസ്റ്റിംഗ്, ഇതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻസ് ആണ് ഈ ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ്.
അതിൽ ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് നമ്മൾ ചൂസ് ചെയ്യണം. ഷെയർഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് എന്ന് പറയുന്നൊരു പ്ലാൻ ഉണ്ടാവും, പ്ലസ് ഉണ്ട്, ചോയ്സ് പ്ലസ് ഉണ്ട്, പ്രോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സെർവർ ലൊക്കേഷനും ചൂസ് ചെയ്യാം. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ചൂസ് ചെയ്യാം, USA ആണെങ്കിൽ USA. ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലും ട്രാഫിക്ക് വരാൻ പോകുന്നത്, യൂസേഴ്സ് വരാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ ചൂസ് ചെയ്യാം. ഇനി മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്നാണ്, USA അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ USA, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഇവിടെയുള്ള ഇവരുടെ പ്ലാൻസിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു പ്ലാൻ, അതായത് 169 രൂപ മാസം വരുന്ന പ്ലാനാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റാണ് ഇതിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. എന്നാൽ ഈ ഒരു പ്ലാനാണെന്ന് വിചാരിക്കുക, 279 രൂപയുടെ പ്ലാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് വെബ്സൈറ്റ്സ് നമുക്കിവിടെ ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ബ്ലൂഹോസ്റ്റിൻ്റെ ബാക്ക് എൻഡിലാണ്. ഇപ്പം മൈ സൈറ്റ്സ് എന്ന് പറയുന്ന ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മൈ സൈറ്റ്സിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സൈറ്റ് ഉണ്ട്. എന്നാൽ ഈ ഒരു പ്ലാനാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇത് കണ്ടോ, ആഡ് സൈറ്റ് എന്നും പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് അടുത്ത ഒരു സൈറ്റ് കൂടെ നമുക്കിവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഈ അൺലിമിറ്റഡ് വെബ്സൈറ്റ്സ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു വെബ്സൈറ്റേ പറ്റത്തുള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചറിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഈ ഒരൊറ്റ സൈറ്റ് വെച്ച് നമുക്ക് നിർത്തേണ്ടി വരും. അതുപോലെ തന്നെ സബ് ഡൊമൈൻസ് നമുക്ക് 25 സബ് ഡൊമൈനാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. സബ് ഡൊമൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഡിജിമാർക്ക് അക്കാഡമിയുടെ കോഴ്സും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു സബ് ഡൊമൈനിലാണ്. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടില്ലേ, ഈ courses.digimark academy എന്ന് പറയുന്ന ഒരു സബ് ഡൊമൈൻ ഏരിയയിലാണ് നമ്മളുടെ കോഴ്സസൊക്കെ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസൊക്കെ ക്ലാസ്സസ് കാണാനായിട്ട് വരുന്നതെല്ലാം ഈ ഒരു സബ് ഡൊമൈനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സബ് ഡൊമൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 25 സബ് ഡൊമൈൻസ് ആണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ അൺലിമിറ്റഡ് സബ് ഡൊമൈൻസ് ആണ് ഉള്ളത്. ഇവിടെ ഡേറ്റാബേസ് ഉണ്ട്, നമ്മുടെ ഡേറ്റ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒരു ഡേറ്റാബേസേ ഉണ്ടാവുള്ളൂ, ഇവിടെ അൺലിമിറ്റഡ് ഡേറ്റാബേസ്. ഇതാണ് ഈ ഒരു പ്ലാനിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫ്രീ SEO ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്ലൂഹോസ്റ്റിൻ്റെ ഒരു SEO ചെയ്യാൻ, നമ്മുടെ വെബ്സൈറ്റിനെ സെർച്ചിലേക്ക് കൊണ്ടുവരാനുള്ള SEO ചെയ്യാനുള്ളൊരു ഫീച്ചറ് ഈ ഒരു പ്ലാനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിലതില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും എല്ലാം നൽകുന്നുണ്ട്, ചിലത് അൺലിമിറ്റഡ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും മെയിൻലി ഡൊമൈൻ ഫോർ 1 ഇയർ, അതായത് ഒരു വർഷത്തേക്ക് നമ്മൾ ഈ ഒരു പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡൊമൈൻ 1 ഇയറിലത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് എല്ലാ പ്ലാനിലും അതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെയുള്ളത് SSL സർട്ടിഫിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലോക്ക് സിമ്പിൾ വരുന്നത്, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി, മാൽവെയർ അറ്റാക്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് SSL സർട്ടിഫിക്കറ്റ്. ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളത് ഫ്രീ CDN, നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ്, കണ്ടൻറ്റ് ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് നല്ല സ്പീഡും ഉണ്ടാവും. അതുപോലെ തന്നെ വേർഡ്പ്രസ് വെബ്സൈറ്റ്, നമ്മുടെ വെബ്സൈറ്റിന് ഏതെങ്കിലും ഒരു ഏരിയയിലും വേറെ ഏതെങ്കിലും ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ബ്ലൂഹോസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ബ്ലൂഹോസ്റ്റിൻ്റെ ടീം. അതിന് നമുക്ക് നമ്മുടെ ടെക്നിക്കൽ ടീമുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് ചെയ്യാനും സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ ഒരു പ്ലാറ്റ്ഫോം ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഡൊമൈൻ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റ് ന്യൂ ഡൊമൈൻ എന്നുള്ളത്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഡൊമൈൻ്റെ പേര് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം സുബിൻ യൂസഫ് ഒഫീഷ്യൽ എന്ന് ഞാൻ കൊടുക്കുന്നു. .com ആണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് .com, .in, .co, .in ഇങ്ങനെ ഒരുപാടുണ്ട്. .com തന്നെ മാക്സിമം സെലക്ട് ചെയ്യുക. കാരണം നമ്മളുടെ ഡൊമൈൻ എക്സ്റ്റൻഷൻസിനെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ. അതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എക്സ്റ്റൻഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് എനിക്ക് ഇവിടുന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ തന്നെ ബ്ലൂഹോസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ് എന്ന് കാണിക്കും. ഇങ്ങനെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുന്നിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ 7000 സംതിങ് എമൗണ്ട് ആണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ
ഹോസ്റ്റിംഗ് 169 രൂപയ്ക്ക് കിട്ടുന്നത് 36 മാസത്തെ പ്ലാൻ എടുക്കുമ്പോഴാണ്. നമുക്ക് 12 മാസത്തെ പ്ലാൻ എടുത്താൽ മതിയാവും. 12 മാസത്തെ പ്ലാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും റേറ്റ് ഉണ്ടാകത്തില്ല. നമുക്ക് ടോട്ടൽ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4480 ഇതിനകത്ത് എന്തെങ്കിലും പ്രൈവസി പോളിസിയോ മറ്റു കാര്യങ്ങളോ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അൺടിക്ക് ചെയ്താൽ കുറച്ചുകൂടി ഇവിടെ റേറ്റ് കുറയും. ഈ പ്രൈവസി പോളിസി എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ, അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ഡേറ്റ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന ഡേറ്റ എന്ന് പറയുന്നത് പബ്ലിക്കലി വിസിബിൾ ആവും. അതായത് നമ്മൾ ഈ വോയിസ് ഡീറ്റെയിൽ എന്ന് പറയും, ഇതുപോലെ വോയിസ് ലുക്കപ്പ് എന്ന് പറഞ്ഞ് പലരും ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മളുടെ ഈ ഒരു ഡൊമൈൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പം വോയിസ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് ഏതാണ്, സുബിൻ യൂസഫ് official.com എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊണ്ടുവന്ന് ചിലരിപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആരാണ് ഉപയോഗിക്കുന്നതെന്നോ ആരെങ്കിലും, ഇതിപ്പം അവൈലബിൾ അല്ല, ഇത് പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ ആണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായി, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ മറിച്ച് പർച്ചേസ് ചെയ്ത ഒരു ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡേറ്റ ഇവിടെ വിസിബിൾ ആവും, ആരാണ് പർച്ചേസ് ചെയ്തതെന്ന്. അത് ഹൈഡ് ചെയ്യാനായിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡൊമൈൻ പ്രൈവസി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇത് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത്ര എടുക്കാം. അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ബാക്കപ്പ് നമ്മൾ കീപ്പ് ചെയ്തില്ല, വാട്സാപ്പിൻ്റെ ബാക്കപ്പൊക്കെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വേർഡ്പ്രസിൻ്റെ ബാക്കപ്പ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലൂഹോസ്റ്റിനോട് സജസ്റ്റ് ചെയ്യാം. അതുപോലെ പലതരം ഫീച്ചേഴ്സ്, വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി, എക്സ്ട്രാ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പിന്നീടുള്ളത് പേ സെക്യൂർലി വിത്ത് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, ഇ വാലറ്റ്, ഇതിൽ ഏത് ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്ത് മുന്നോട്ട് പോകാം. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ പ്രോസസ്സിങ്ങിലേക്ക് പോവുക. ഇത് ജസ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് പോകും. ഇവിടുന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്നത് ഒരു പേയ്മെൻറ്റ് ഇൻ്റഗ്രേഷൻ ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ EMIയോ, പേ ലേറ്റർ ഉണ്ട്, അതുപോലെ വാലറ്റ് ഉണ്ട്, നെറ്റ് ബാങ്കിങ്, UPI, സ്കാൻ ആൻഡ് പേ, ഗൂഗിൾ പേ, പേടിഎം, ഈ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പേയ്മെൻറ്റ് ഗേറ്റ് വേ, ഏത് ഇമെയിലാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഇമെയിലിലേക്കായിരിക്കും നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം വരിക. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഏത് ഇമെയിൽ ID ആണോ ആ ഇമെയിലിലേക്ക് അതിൻ്റെ പർച്ചേസ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വരും. വൺസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈ സൈറ്റ്സിൽ ഇതുവഴി നിങ്ങൾക്ക് വേർഡ്പ്രസ്സിലേക്ക് ലോഗിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുപോലെ മൈ സൈറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സൈറ്റിൻ്റെ പ്ലാനാണ് എടുത്തതെങ്കിൽ ഇവിടുന്ന് ഒന്നിൽ കൂടുതൽ സൈറ്റുകൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡൊമൈൻസും അതുപോലെ തന്നെ സബ് ഡൊമൈനുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സബ് ഡൊമൈൻ ഇവിടുന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഡൊമൈൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ജസ്റ്റ് ആഡ് സബ് ഡൊമൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്ലാനിൽ നമുക്ക് ഫ്രീ 25 സബ് ഡൊമൈൻസ് ആണുള്ളത്. മറ്റേ കൂടിയ പ്ലാനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് സബ് ഡൊമൈൻസ്, ഇപ്പം ഒരു സബ് ഡൊമൈൻ ആയതിപ്പം courses.digitalpartners.co.in എന്ന് പറയുന്ന ഒരു സബ് ഡൊമൈനായി. ഇങ്ങനെ എത്ര സബ് ഡൊമൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ആ സൈറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇവിടെ വന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഹോസ്റ്റിംഗ് അതുപോലെ തന്നെ ഡൊമൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൂഹോസ്റ്റ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ബ്ലൂഹോസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു വേർഡ്പ്രസ് സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ ഹെൽപ്പോ കാര്യങ്ങൾക്കോ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഇമെയിലിലേക്ക് എനിക്ക് അയച്ചു തരിക. കാണിക്കുന്ന ഇമെയിലിലേക്ക് എൻ്റെ ഇമെയിൽ ID subinyousuf@gmail എന്ന് പറയുന്ന ഈ ഒരു ഇമെയിലിലേക്ക് നിങ്ങൾ അയച്ചു തരിക. പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തന്നെ പോവുക. ഇതെൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. ഇതുവഴി തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതിയാവും.
അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചത് ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങളൊരു ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫ്രീ ഡൊമൈൻ കിട്ടുക, എന്താണ് CDN, അതുപോലെ എന്താണ് SSL സർട്ടിഫിക്കറ്റ്, ബ്ലൂഹോസ്റ്റിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്, ബാക്ക് എൻഡ് ഇൻ്റർഫേസസ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഇല്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റ് സ്വന്തമാക്കാനായിട്ട് എത്രയും വേഗം തന്നെ നോക്കുക. പല ടൈമിലും നമുക്കിതിനകത്ത് വെബ്സൈറ്റിൻ്റെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരുപാട് ഓഫേഴ്സ് വരും. ബ്ലൂഹോസ്റ്റിൽ എസ്പെഷ്യലി നിങ്ങൾ നോട്ട് ചെയ്ത് നിൽക്കുക, ഒരുപാട് ഓഫേഴ്സ് വരുന്നതാണ്. ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭത്തിൽ നമുക്ക് ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഡൊമൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അതിനെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക. നമുക്കപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ടിൽ ദെൻ ബൈ, സുബിൻ.